വരുമ്പോഴാണ് നമ്മൾ നമ്മൾ മുകളിലിരുന്ന് സ്റ്റിയറിംഗ് വീല് തിരിക്കുമ്പോൾ താഴെ ഇങ്ങനെയാണ് വർക്കിംഗ് വരുന്നത്. എല്ലാ വാഹനത്തിൻ്റെയും സ്റ്റിയറിംഗ് റാക്ക് വരുന്ന എല്ലാ വാഹനത്തിൻ്റെയും ഇങ്ങനെയാണ് വർക്കിംഗ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് നമ്മൾ ചേഞ്ച് ചെയ്തേണ്ട രീതി. ഗ്രീസൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ പ്ലഞ്ചർ ടൈറ്റ് ചെയ്തു. ഓവറായിട്ട് ടൈറ്റ് ചെയ്യാൻ പാടില്ല, സ്റ്റിയറിംഗ് ടൈറ്റ് ആകും, റിട്ടേൺ വരത്തില്ല കേട്ടോ. ഈ പ്ലഞ്ചർ ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് അങ്ങനെ തന്നെ ഇരിക്കും, ഓട്ടത്തിൽ റിട്ടേൺ വരില്ല. അപ്പോൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്യാൻ പാടില്ല, ഓവറായിട്ട് ലൂസ് ആവാനും പാടില്ല. ഈ റാക്കിൻ്റെ ടൈറ്റ് അനുസരിച്ച് നമ്മൾ ചെക്ക്. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. SN ഓട്ടോമൊബൈൽസ് നെടുമങ്ങാട് എന്ന് പറയുന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇത് 2005 അല്ല, 2000 മോഡലും അല്ല, 1998 ഒരു മാരുതി സുസുക്കി സെന്നാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വർക്കിനായിട്ട് നമ്മളെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട് സസ്പെൻഷൻ വർക്കാണ്. ഈ മോഡൽ വണ്ടി ഈ ക്വാളിറ്റിയിൽ കിട്ടാൻ പാടാണ്, അപൂർവം റെയറായിട്ട് മാത്രമേ ഈ ഒരു സെന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളെ വർക്ക്ഷോപ്പിൽ നമ്മളൊരു ഫ്രണ്ട് കൊണ്ടുവന്നതാണ്. നമ്മൾ സസ്പെൻഷൻ നോയ്സായിട്ട് വന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് സ്റ്റിയറിംഗ് ബോക്സ് ഇളക്കി പണിയണം. നമ്മൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി വണ്ടി വന്നപ്പോൾ. അപ്പോൾ നമ്മൾ എല്ലാം ഇളക്കിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് ബോക്സ് ഇളക്കി മൊത്തത്തിൽ ഓവറോൾ ചെയ്ത് മൊത്തത്തിൽ പണിയിടണം. ആ മോഡൽ ഇറങ്ങിയ വാഹനത്തിന് പവർ സ്റ്റിയറിംഗ് ഇല്ല. അപ്പോൾ പവർ സ്റ്റിയറിംഗ് രണ്ടാമത് ഈ വാഹനത്തിന് ചെയ്തതാണ്. അലോയ് കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഷോക്ക് അബ്സർ ഹാർഡാണ്. ഫ്രണ്ട് സ്റ്റഡ് ഹാർഡാണ്. സ്റ്റഡ് ലെഫ്റ്റ് സൈഡ് ലീക്കുമാണ്, റൈറ്റ് സൈഡ് ഹാർഡുമാണ്. വണ്ടി ജർക്കിംഗ് ഉണ്ടായിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഇന്ന പണികൾ വരാൻ കാരണം വണ്ടി ഓട്ടോ ഇല്ലാത്തതുകൊണ്ടാണ്. ഏകദേശം ഈ ഒരു വാഹനത്തിൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 വർഷമായി ഈ ഒരു വാഹനം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഫ്രഷ് എടുത്ത വണ്ടിയാണ് കേട്ടോ. വണ്ടി ഫസ്റ്റ് ഇറങ്ങിയ വണ്ടി ഓട്ടോ ഇല്ല. പിന്നെ അതിനുശേഷം ഒരുപാട് വണ്ടികൾ അവരെടുത്തുകൊണ്ട് ഫസ്റ്റ് എടുത്ത വാഹനം ആയതുകൊണ്ട് കൊടുത്തിട്ടില്ല. 36,150 കിലോമീറ്ററാണ് 27 വർഷമായിട്ട് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല അടിപൊളി വണ്ടിയാണ്. ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ അതുപോലെയാണ്. പിന്നെ ഇത്രയും നാൾ കിടന്ന് കംപ്ലൈൻ്റ് ആയതാണ് ഓട്ടോ ഇല്ലാതെ ഫ്രണ്ട് സസ്പെൻഷനൊക്കെ. അപ്പോൾ ആ ഒരു വർക്കാണ് നമുക്ക് കിട്ടിയത്. വണ്ടി എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അനങ്ങിയിട്ടില്ല. എഞ്ചിനൊക്കെ കാണിക്കാം എങ്ങനെയാണെന്ന്. വണ്ടി 07 ആണ്, KL 07 AF 2959. നല്ല വണ്ടി നമ്പറാണ് കേട്ടോ. അപ്പം ഞാനൊരു വണ്ടി ഇങ്ങനെ ഒരു ക്വാളിറ്റിയിൽ ഈ ഒരു വണ്ടി വന്നപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കണ്ടോ, എഞ്ചിനെ കണ്ടോ, അത്യാവശ്യം നല്ല സ്മൂത്ത് റണ്ണിങ് ഉള്ള അനങ്ങിയിട്ടില്ലാത്ത ഒരു എഞ്ചിനാണ്. അപ്പോൾ എഞ്ചിനിൽ കാർബേറ്റർ ടൈപ്പാണ്, അന്നിറങ്ങിയ കാർബേറ്റർ ടൈപ്പാണ് ഈ ഒരു എഞ്ചിനിൽ വരുന്നത്. അപ്പോൾ ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് കാർബേറ്റർ അടഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ സ്ലോ സ്പീഡ് ജെറ്റൊക്കെ ക്ലീൻ ചെയ്തു. അന്ന് സ്ലോ സ്പീഡൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സർവീസ് വർക്ക് കറക്റ്റാണ് കേട്ടോ. ഓട്ടോ ഇല്ലെങ്കിലും ഒരു 500 കിലോമീറ്റർ ഒരു വർഷത്തിൽ ഓടിയിട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ട് ഓയിൽ മാറുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഡിസ്ട്രിബ്യൂട്ടർ കാർബേറ്റർ ടൈപ്പ് വരുന്ന വാഹനമാണ്. അപ്പോൾ പല സെന്നിലും കാണുന്ന രീതിയാണ് ഈ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അവിടെ ഓയിൽ ലീക്ക്, സീല് കംപ്ലൈൻ്റ് ആയ ഓയിൽ ലീക്ക് വരുന്ന കാര്യം ഈ ഒരു വാഹനത്തിനും ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സീല് ഹാർഡായി ലീക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജെനുവിൻ കിട്ടുമെങ്കിൽ ഇതിൻ്റെ സീലും കൂടി മാറി വിടുന്നതായിരിക്കും. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം 4 സിലിണ്ടർ ഇൻലൈൻ വാട്ടർ കൂൾഡ് എഞ്ചിനാണ്, കാർബറേറ്റർ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് സ്റ്റഡ് മാറണം. ഷോക്ക് അബ്സർ സ്റ്റഡ് ഇതായി കാണുന്ന സ്റ്റഡാണ്. അത് ഹാർഡായി 2 സൈഡും ലീക്കാണ്. പിന്നെ സ്റ്റഡ് നമ്മൾ മാറുന്ന രീതി എന്ന് പറഞ്ഞാൽ ഫുൾ അസംബ്ലിയായിട്ട് മാറേണ്ട കാര്യമില്ല. സ്റ്റഡ് മാത്രം മാറാം. അതുപോലെ തന്നെ കോയിൽ സ്പ്രിംഗ് പഴയതിടാം. സ്റ്റഡ് കിറ്റ് നമുക്ക് വലിയ വിലയൊന്നുമില്ല കേട്ടോ. ആൾട്ടോയുടെ സെയിം ആണ് സാധനങ്ങളൊക്കെ. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ സ്റ്റഡ് കിറ്റായിട്ടും നമുക്ക് മാറാം, ഗബ്രിയൽ. അപ്പോൾ സസ്പെൻഷൻ കിറ്റ് ഞാൻ എടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാര്യങ്ങൾ സ്റ്റിയറിങ്ങിൻ്റെ സാധനവും ലോവർ ആമും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് ബോക്സ് നമ്മൾ പൊളിച്ചിട്ടുണ്ട്. ബാലൻസ് റോഡ് ഇതായി ഇളക്കിയിട്ടുണ്ട്. ബാലൻസ് റോഡ് എന്ന് പറഞ്ഞാൽ വീലിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ബാലൻസ് റോഡാണ്. അതിൽ റബ്ബർ ബുഷുകൾ കൊടുത്തിട്ടുണ്ട്. 2 കട്ടിംഗ് ബുഷും 2 വട ബുഷും കൊടുത്തിട്ടുണ്ട് ഒരു സെറ്റായിട്ട്. അപ്പോൾ അത് മാറുന്നുണ്ട്. ലോവർ ആം ഈ കാണുന്നതാണ്. ലോവർ ആം ലെഫ്റ്റ് സൈഡ് അടി ഉണ്ടായിരുന്നു, നോയ്സ് ഉണ്ടായിരുന്നു. ലോവർ ബോൾ ജോയിൻറ്റ് പോയി. അത് നല്ല ടിക്കിന് സൗണ്ടായിരുന്നു. അതുകൊണ്ട് മൊത്തം ലൂസായി കിടന്ന അടുപ്പായിരുന്നു. അപ്പോൾ സസ്പെൻഷൻ കിട്ടെടുക്കുമ്പോൾ 2 ലോവർ ആം, 2 സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, 2 ടയർ റോഡൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് സെറ്റായിട്ട് കിട്ടുന്നത്. സ്റ്റിയറിംഗ് ബോക്സ് ഇതായി കാണുന്ന സ്റ്റിയറിംഗ് ബോക്സ് നമ്മൾ പൊളിച്ച് വെച്ചിട്ടുണ്ട്. റാക്ക് ബുഷ് അടി ഉണ്ടായിരുന്നു കണ്ടോ. ഇതൊന്നും നമുക്ക് ഫുള്ളായിട്ട് മാറേണ്ട കാര്യമില്ല. ഇതിനെല്ലാം കിറ്റുകൾ കിട്ടും, ബുഷുകൾ കിട്ടും. അത് മാത്രം നമുക്ക് മാറിക്കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 20,000 രൂപ കോസ്റ്റ് വരുന്ന വാഹനമാണെങ്കിൽ നമുക്ക് 10 രൂപയ്ക്ക് ചെയ്തിറക്കാം. പകുതി കോസ്റ്റേ വരുന്നുള്ളൂ ഇതൊക്കെ ഇങ്ങനത്തെ വാഹനത്തിനൊക്കെ ചെയ്തിറക്കാനായിട്ട്. അപ്പോൾ ചെയ്യുന്നവർക്ക് നീറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. ഈ ഒരു വാഹനം ഓടി അലഞ്ഞ വാഹനമല്ല, തേയ്മാനം ഒരുപാടില്ല. എന്നാലും റബ്ബർ ബുഷൊക്കെ ഹാർഡായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി നമുക്ക് ചേഞ്ച് ചെയ്യുന്നതാണ്. ഈ കാണുന്നതാണ് സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ബൂട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കീറലുണ്ട്, വെള്ളം കയറി കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആവും. ഇതാണ് പിനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിനിയൻ, റാക്കും പിനിയനിൽ ബെയറിംഗ് ഒക്കെ കൊള്ളാം. ഗ്രീസ് ഉരുവി പോയിട്ടുണ്ട്, ചൂടായി ഉരുവിയാണ്. ഗ്രീസ് നമ്മൾ ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ പ്ലഞ്ചർ ചേഞ്ച് ചെയ്യും, ടയറോഡൻറ്റ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ കിടക്കും. അപ്പോൾ നമ്മൾ റാക്ക് ഇളക്കി ക്ലീനിങ്ങിലാണ്. റാക്ക് ഇതായി കാണുന്ന റാക്കാണ്. റാക്കിലെ പല്ലുകളെല്ലാം ക്ലീൻ ചെയ്ത് റാക്ക് പിനിയനും പുതിയതുപോലെ ആക്കി. വലിയ തേയ്മാനം കാര്യങ്ങളൊന്നും ഇല്ലാത്ത റാക്കാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബുഷ് മാറണം. ഈ ഒരു സൈഡിലായിട്ട് റാക്ക് ഓടിക്കളിക്കുന്ന ഒരുപാട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സൈഡിൽ വരുന്ന റാക്ക് ബുഷ് ഒരു മെറ്റൽ ടൈപ്പാണ് വരുന്നത്. അതിനൊരു ലോക്ക് കൊടുത്തിട്ടുണ്ട്, ഊരി പോകാതിരിക്കാനുള്ള ലോക്ക്.
ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് ഈ സെന്നിനെ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിറക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നമ്മൾ നോക്കി വീൽ അലൈൻമെൻറ്റും ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്നുകൂടി പറയുകയാണ്, ചാനൽ എല്ലാവരും നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. എല്ലാവർക്കും ഉപകാരപ്പെട്ട വീഡിയോ ആയിട്ട് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി സാധനങ്ങൾ സ്പെയറൊക്കെ എല്ലാം മേടിച്ച് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അടുത്തത്. അങ്ങനെ നമ്മൾ സ്പെയറൊക്കെ മേടിച്ചായിരുന്നു. ആദ്യം തന്നെ നമ്മൾ സ്റ്റഡ് ഗബ്രിയലിൻ്റെ സ്റ്റഡ് എടുത്തിട്ടുണ്ട്. അതിൽ വരുമ്പോൾ ഏകദേശം ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്ന് സ്റ്റഡ് ഡാംബർ 2248 രൂപയാണ് ഒന്നിൻ്റെ വില കേട്ടോ. അപ്പോൾ സ്റ്റഡ് 2 നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റഡ് സ്റ്റിയറിങ്ങിൻ്റെ ബോട്ട് എടുത്തിട്ടുണ്ട്, 2 ബോട്ട്. അതുപോലെ തന്നെ സസ്പെൻഷൻ കിറ്റ് എടുത്ത് പറയുകയാണെങ്കിൽ ഓട്ടോക്കോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കമ്പനിയാണ്. ഇതൊക്കെയാണ് ജനുവനിൽ കയറി വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ആൾട്ടോയും സെന്നും സെയിം ആണ് കേട്ടോ. 2071 രൂപയുള്ളൂ. സസ്പെൻഷൻ കിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, ടയറോഡോൻ്റെ 2 സെറ്റായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡാംബർ കിറ്റാണ് 230 രൂപ വില ഉണ്ട്. അതുപോലെ തന്നെ ഒരു WD-40 എടുത്തിട്ടുണ്ട്, ഒരു റാക്ക് ബുഷ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീസൊക്കെ നമ്മളിലുണ്ട്. അപ്പോൾ ബാലൻസ് റോഡ് ബുഷ് കിറ്റ് എടുത്തിട്ടുണ്ട്. ബുഷ് കിറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച ബാലൻസ് റോഡിൻ്റെ മാരുതി സെന്ന് 206 രൂപ റേറ്റുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. സസ്പെൻഷൻ കിറ്റ് നമുക്ക് ഇളക്കി നോക്കാം. സസ്പെൻഷൻ കിറ്റിൽ ലോവർ റാം ഉണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇതൊക്കെയാണ് ജനുവിനിൽ വരണത് കേട്ടോ. അപ്പോൾ ലോവർ റാം 2 വരും. അതുപോലെ തന്നെ ടയറോഡൻ്റ് 2 വരും. പിന്നെയെന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, ഇതായി കാണുന്ന ബോൾ ജോയിൻ്റ് ആണ് സ്റ്റിയറിങ്ങിൻ്റെ. റാക്കിൻ്റെ എന്ന് പറയും, അതും 2 ഉണ്ട്. പിന്നെ ലോവർ റാം നേരത്തെ കാണിച്ച അത് 2. മൊത്തം 6 ഐറ്റം പാർട്സാണ് ഈ 2071 രൂപയ്ക്ക് സസ്പെൻഷൻ കിറ്റായിട്ട് നമുക്ക് വരുന്നത്. ആൾട്ടോയും സെന്നും സെയിം ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. അടുത്ത സ്റ്റഡ്. അപ്പോൾ സ്റ്റഡ് നമ്മൾ നോക്കിയപ്പോൾ ഗബ്രിയലിൻ്റെ 2 സ്റ്റഡും 2 കിറ്റും ഇതിനകത്തുണ്ട് കേട്ടോ. അതായത് സ്റ്റഡാണ് ഇത്. ഗ്യാസ് ടൈപ്പ് അല്ല. ഈ സെന്നും ആൾട്ടോയൊക്കെ വരുമ്പോൾ സാധാ നോർമലാണ്, ഗ്യാസ് ഇല്ലാത്ത ടൈപ്പാണ് വരുന്നത്. അപ്പോൾ സ്റ്റഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റഡ് കിറ്റ് ഗബ്രിയലിൻ്റെ സ്റ്റഡ് കിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം വരും കേട്ടോ. ബെയറിങ്, ബോട്ട്, അതിൻ്റെ ക്യാപ്പ്, ബുഷ് എല്ലാം കൂടി സെറ്റായിട്ടാണ്. ഇതെല്ലാം കൂടിയാണ് ഈ ഒരു 2200 സംതിങ് രൂപ റേറ്റ് കിറ്റായിട്ട് വരുമ്പോൾ മേടിക്കുന്നത്. ഇതിന് സെപ്പറേറ്റ് വരുമ്പോൾ 331 രൂപ റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ. പക്ഷേ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ റേറ്റ് കുറയും എന്നുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കഴിയുന്ന മാക്സിമം നമ്മളെ വീഡിയോ കണ്ട് വരുന്നവർക്ക് മാക്സിമം ലാഭം ഉണ്ടാവുകയുള്ളൂ. എത്രയും ദൂരം ഓടി വന്നാലും നിങ്ങൾക്ക് ലാഭം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അതാണ് എടുത്ത് പറയേണ്ട കാര്യം. ഫുൾ സെറ്റായിട്ട് നമ്മൾ മാറുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു 5 വർഷമോ ഒരു 7 വർഷമൊക്കെ നമുക്ക് സുഖമായിട്ട് ഓടാം, സിംഗിൾ ഓട്ടോ ആണെങ്കിൽ മാത്രം. അപ്പോൾ നമുക്കിനി ഇതെല്ലാം വർക്കെല്ലാം കഴിഞ്ഞിട്ട് അലൈൻമെൻറ്റ് ചെയ്ത് വിടണം. അപ്പോൾ ഷോക്കപ്സിൻ്റെ വർക്കിംഗ് ഒന്ന് കാണാം. നമുക്ക് ഈ ഒരു സ്വിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഗ്യാസ് ടൈപ്പും സാധാ നോർമൽ ടൈപ്പും ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇതിന് ഗ്യാസ് ടൈപ്പ് വരത്തില്ല. ഇതിന് നോർമൽ ടൈപ്പാണ് വരുന്നത്, ഓയിൽ ടൈപ്പാണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സ്മൂത്താണ്, വർക്കിംഗ് ഒക്കെ നല്ല സ്മൂത്തായിട്ടാണ് പോകുന്നത്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയത് വർക്കിംഗ് ഇല്ല. ഇത്രയും കാര്യങ്ങളാണ്. ഇനി റാക്ക് ഗ്രീസൊക്കെ വെച്ച് നമുക്കിനി സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ റാക്ക് ബുഷ് അടിക്കണം. റാക്ക് ബുഷ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ബുഷാണ് ഇതായി കാണുന്നത്. ഇതിനകത്തുകൂടി ഓടി കളിക്കുന്ന ബുഷാണ് കേട്ടോ. ഇപ്പോൾ ഈ ബുഷിന് തേയ്മാനം വന്നു കഴിഞ്ഞാൽ റാക്കടി ഉണ്ടാവും, ടിക്കുന്ന സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യത്തില്ല. സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് പോകും, അതുപോലെ തന്നെ ടയറോഡൻ്റ് പോകും. ഇങ്ങനെ ഈ ബുഷ് പോയി റാക്കും പിനിയനും ഈ പല്ലുകൾ നമ്മൾ തേയ്മാനം ഒരുപാട് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റിയറിംഗ് ബോക്സ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്ക് സ്റ്റിയറിംഗ് ബോക്സ് സെറ്റായിട്ട് മാറ്റേണ്ടി വരും. ചെറിയ നോയ്സ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് റാക്ക് ബുഷ് ചെയ്ത് അടിച്ച് ഇതിനെ ഓവറോൾ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നാൾ വീണ്ടും കിലോമീറ്റർ ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് ഇത്രയും സാധനം എടുത്തപ്പോൾ ഏകദേശം ഒരു 7 ചില്ലറ വരും മൊത്തത്തിൽ. ലേബറും കൂടി കൂട്ടി മാക്സിമം ഒരു 10 രൂപയ്ക്ക് നമുക്ക് പണിഞ്ഞിറക്കാൻ പറ്റും മൊത്തത്തിൽ. ഫുൾ സെറ്റ് എടുക്കുമ്പോൾ ഏകദേശം ഒരു 20 രൂപയ്ക്ക് മുകളിലാവണമെങ്കിലേ ഉള്ളൂ. സ്റ്റിയറിംഗ് ബോക്സ് സെറ്റ്, അതുപോലെ തന്നെ ഷോക്ക് അബ്സർ സെറ്റ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് എടുക്കുമ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നമുക്കിനി റാക്ക് സെറ്റ് ചെയ്യണം, ലോവർ ആം സെറ്റ് ചെയ്യണം, സ്റ്റഡ് സെറ്റ് ചെയ്യണം, കുറച്ച് പണിയുണ്ട്. അങ്ങനെ ഈ ഒരു സെന്നിൻ്റെ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ വർക്ക് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയതായി. കാണുന്നതാണ് സ്റ്റിയറിംഗ് ബോക്സ്. റാക്ക് അസംബ്ലി എന്നും പറയും, പലരും പല രീതിയിലാണ് പറയുന്നത്. നമ്മൾ സ്റ്റിയറിംഗ് ബോക്സ് എന്ന് പറയും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ചേഞ്ച് ചെയ്തത് ഈ ഒരു സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, ടയറോഡൻ്റ്, സ്റ്റിയറിംഗ് ബോട്ട്, റാക്ക് ബുഷ്, ഇവിടെ വരുന്ന പ്ലഞ്ചർ, 2 സൈഡും സ്റ്റിയറിംഗ് ബോട്ട്, സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, റാക്കിൻ്റെ, അതുപോലെ ടയറോഡൻ്റ്. ഇത്രയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പഴയ ഒരു ഒമിനിയുടെ സ്റ്റിയറിംഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. പഴയ ആൾട്ടോ 800 ഇതെല്ലാം സെയിം ആണ് കേട്ടോ. ഈ മില്ലിങ് വരുമ്പോൾ, ഈ കാണുന്ന മില്ലിങ് വരുമ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് കറക്കി നോക്കണം. ഇതെങ്ങനെ കണ്ടോ, കറക്കി നോക്കുമ്പോൾ ലെഫ്റ്റ് റൈറ്റിലോട്ട് ഇത് ഓടിയും. ഇത് നീങ്ങിപ്പോവും കണ്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണുണ്ടോ. അപ്പോൾ നീങ്ങുമ്പോഴാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. വീല് ലെഫ്റ്റിലോട്ടും അതുപോലെ തന്നെ റൈറ്റിലോട്ടും തിരിഞ്ഞ് വരും കണ്ടോ.
ഇത് ജസ്റ്റ് ഫുൾ അങ്ങോട്ട് പോയി. അതുപോലെ തന്നെ ഇത് നമ്മൾ തിരിച്ചൊടിക്കുമ്പോൾ മൊത്തം ഇങ്ങോട്ട് തിരിഞ്ഞു വരും. ഇനി ഒരു സൈഡ് മൊത്തം തിരിഞ്ഞിങ്ങോട്ട് വരുമ്പോഴാണ് നമ്മൾ സ്റ്റിയറിങ് നമ്മൾ മുകളിലിരുന്ന് സ്റ്റിയറിംഗ് വീല് തിരിക്കുമ്പോൾ താഴെ ഇങ്ങനെയാണ് വർക്കിംഗ് വരുന്നത്. വാഹനത്തിൻ്റെ എല്ലാ വാഹനത്തിൻ്റെയും സ്റ്റിയറിംഗ് റാക്ക് വരുന്ന എല്ലാ വാഹനത്തിൻ്റെയും ഇങ്ങനെയാണ് വർക്കിംഗ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് നമ്മൾ ചേഞ്ച് ചെയ്തേണ്ട രീതി. ഗ്രീസൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ പ്ലഞ്ചർ ടൈറ്റ് ചെയ്തു. ഓവറായിട്ട് ടൈറ്റ് ചെയ്യാൻ പാടില്ല, സ്റ്റിയറിംഗ് ടൈറ്റ് ആവും, റിട്ടേൺ വരത്തില്ല കേട്ടോ. ഈ പ്ലഞ്ചർ ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് അങ്ങനെ തന്നെ ഇരിക്കും, ഓട്ടത്തിൽ റിട്ടേൺ വരില്ല. അപ്പോൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്യാൻ പാടില്ല, ഓവറായിട്ട് ലൂസ് ആവാനും പാടില്ല. ഈ റാക്കിൻ്റെ ടൈറ്റ് അനുസരിച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. ഇതാ നമ്മളിപ്പോൾ ഇങ്ങനെ ഫുൾ ഒടിച്ചിട്ട് ഇപ്പോൾ വേണ്ട ഇങ്ങനെ ഒടിക്കുമ്പോൾ ഫ്രീ ആയിട്ട് സ്റ്റിയറിംഗ് കറങ്ങണം. ഇതാ ഇങ്ങനെ ഫുൾ ഒടിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റിയറിംഗ് റിട്ടേൺ വരണം. കണ്ടോ, ഇത് നമ്മൾ ഫുൾ ഒടിച്ച് അവിടെ തട്ട് റിട്ടേൺ വരികയാണ്. കണ്ടോ, റിട്ടേൺ വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വളവ് ഒടിച്ചിട്ട് സ്റ്റിയറിംഗ് വണ്ടി ലെവൽ ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് റിട്ടേൺ വരുന്നതായിരിക്കും. അതാണ് എൻ്റെ കാര്യം. പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ടയറോഡ് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ത്രെഡ് ആയിരിക്കണം. ഒരു സൈഡിൽ 7 ത്രെഡും പുറത്തോട്ടുള്ളത് എൻഡിൻ്റെ അകത്തോട്ടുള്ള ത്രെഡാണ്. എന്ന് വെച്ചാൽ ത്രെഡ് കറക്റ്റ് ആയിരിക്കണം. ഇവിടെ 7 ആയിരിക്കണം. ചില ആൾക്കാർ ഇവിടെ പഴയ ഇരുന്ന പൊസിഷനിൽ തന്നെ സെറ്റ് ചെയ്യും. ഒരു സൈഡ് 10ഉം ഒരു സൈഡ് 5ഉം അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് ഒടിവ് കൂടുതലും ഒരു സൈഡ് ഒടിവ് കുറവായിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെയ്യുമ്പോൾ രണ്ട് സൈഡ് ഒരുപോലെ തന്നെ ത്രെഡ് ഇടാൻ നോക്കുക. അപ്പോൾ ഇനി അലൈൻമെൻറ്റ് കൂടി സെറ്റ് ചെയ്ത് അലൈൻമെൻറ്റ് ചെയ്യുമ്പോഴും അങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അലൈൻമെൻറ്റ് നമ്മൾ വീല് സ്റ്റഡി ആക്കുന്ന സമയത്തും നമ്മൾ വീല് എൻ്റെ ഒരു പിരി എവിടെയാണെങ്കിലും ഒരു പിരി അവിടെ, മൊത്തം 5 പിരി പിടിക്കുകയാണെങ്കിൽ 2.5 പിരി ഇവിടെ, 2.5 ത്രെഡ് ഇവിടെയും ടൈറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക, എന്നാലേ കറക്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇതാണ് സ്റ്റിയറിംഗ് ബോക്സിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. സ്റ്റിയറിംഗ് ബോക്സ് അസംബ്ലി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഷോക്ക് അബ്സർ നോക്കണം, ലോവർ ആം നോക്കണം, കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ സ്റ്റഡ് എടുത്തിട്ടുണ്ട്. സ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്റ്റഡ് മാത്രം മാറണതായിട്ടും അതുപോലെ തന്നെ മൗണ്ടിങ് മാറണതായിട്ടും കിറ്റ് മാറണതായിട്ടും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിറ്റും എല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ വരുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച വീഡിയോയിൽ കൂടി തന്നെ ഇതിൽ സ്റ്റഡ് മാറി അതുപോലെ തന്നെ കോയിൽ സ്പ്രിങ് നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ മേളിൽ കാണുന്ന മൗണ്ടിങ് ബുഷും ഇതിൻ്റെ കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൂട്ട് വരും, ബെയറിങ് വരും, മൗണ്ടിങ് ബുഷ് വരും. ഇത്രയാണ് കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ കിറ്റും നമ്മളിട്ട് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ സ്റ്റഡ് ഇളക്കുമ്പോൾ കോയിൽ സ്പ്രിങ് കംപ്രസ് ചെയ്ത് വേണം ഇളക്കാനായിട്ട്. അതിനൊരു പുള്ളറുണ്ട്, അത് കംപ്രസ് ചെയ്ത് സ്പ്രിങ് ചുരുക്കണം. സ്പ്രിങ് ചുരുക്കാതെ നമ്മൾ ഈ നെട്ട് ഊരി വിട്ട് കഴിഞ്ഞാൽ മൊത്തം തെറിച്ച് വലിയൊരു അപകടം ഉണ്ടാകും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു കോയിൽ സ്പ്രിങ് ചുരുക്കിയതിന് ശേഷം പഴയ സ്റ്റഡിലിട്ട് സെറ്റ് ചെയ്ത് ഈ ബുഷും കിറ്റെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്ത് വിടുന്നതായിരിക്കും. ഈ സ്റ്റഡ് കിറ്റിൽ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ പറഞ്ഞത്. സ്റ്റഡിൻ്റെ ബൂട്ട് വരുന്നുണ്ട്. ഇത് പൊടിയും മണ്ണൊന്നും കയറാതിരിക്കാനുള്ള ബൂട്ടാണ്. ഇതതിൻ്റെ ക്യാപ്പിൻ്റെ ബുഷാണ്. അതുപോലെ തന്നെ സ്റ്റഡ് മൗണ്ടിങ് ആണ്. ഇത് മേളിൽ വരുന്ന ബുഷ്, അതിൻ്റെ ക്യാപ്പും. പിന്നെയെന്ന് പറഞ്ഞാൽ മെയിൻ സാധനം ബെയറിംഗ് ആണ് കേട്ടോ. ഈ കാണുന്ന ബെയറിംഗ് ആണ്. ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഇങ്ങനെ തിരിച്ച് വിടുന്നത്. ഇതൊരു ഫൈബർ പീസാണ്. ഇതിൽ കുറച്ച് ഗ്രീസൊക്കെ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഒരു റിങ്ങുണ്ട്, എന്നിട്ടൊരു വാഷറുണ്ട്. ഇതെന്ന് വെച്ചാൽ പൊടിയും മണ്ണും ഡസ്റ്റും ഒന്നും കയറാത്ത രീതിയിൽ സേഫ്റ്റി ആയിട്ട് സെറ്റ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ 2 വാഷർ, പ്ലേറ്റ് വാഷർ, സ്പ്രിങ് വാഷർ, ഒരു നെറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പുതിയ സ്റ്റഡിലോട്ട് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത്. കോയിൽ സ്പ്രിങ് നല്ല ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ഇതിൽ ക്യാപ്പ് വരുന്നുണ്ട്, 2 ക്യാപ്പ് വരുന്നുണ്ട്. ക്യാപ്പിലെല്ലാം നമ്മൾ ബുഷ് സെറ്റ് ചെയ്ത് കാണിച്ച ബുഷെല്ലാം സെറ്റ് ചെയ്ത് പുതിയൊരു ഷോക്ക് അബ്സർ സ്റ്റഡ് പോലെ നമ്മൾ ആക്കിയെടുക്കും. നമ്മൾ സ്റ്റഡ് വെച്ചു, ബൂട്ട് സെറ്റ് ചെയ്തു, സ്പ്രിങ് സെറ്റ് ചെയ്തു. അതിൻ്റെ മേളിലൊരു ക്യാപ്പുണ്ട്, ക്യാപ്പിലൊരു ബുഷുണ്ട്. ഇതായി കാണുന്ന അടിയിലായിട്ട് കണ്ടോ, ഈ ബുഷ് നമ്മൾ സെറ്റ് ചെയ്തു കറക്റ്റായിട്ട്. എന്ന് വെച്ചാൽ ഈ ബുഷ് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലിൻ്റെ നോയ്സ് വരാതിരിക്കാനുള്ള ബുഷാണ് കേട്ടോ. ഈ മെറ്റലും കൂടി തട്ടുമ്പോൾ ഉള്ള നോയ്സ് വരാതിരിക്കാനും സീറ്റിംഗ് ആവാനുള്ള ബുഷാണ്. അതിൻ്റെ മേളിലാണ് നമ്മൾ ഗ്രീസ് വെച്ച് ബെയറിംഗ് സെറ്റ് ചെയ്യേണ്ടത്. ഇതാണ്ടോ ബെയറിംഗ് സെറ്റ് ആയിട്ടുണ്ട്. ബെയറിംഗ് കറങ്ങണമുണ്ടോ? ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ കറങ്ങും. വീല് ലെഫ്റ്റ് റൈറ്റും തിരിക്കുമ്പോൾ മേളിൽ നിന്നൊരു സപ്പോർട്ട് വരാനായിട്ടാണ് ഈ ബെയറിംഗ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മേളിലൊരു വാഷറുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടോ. വാഷർ സെറ്റ് ചെയ്തു. പിന്നെ റിങ് സെറ്റ് ചെയ്തു, ഗീസൊന്നും വെളിയിൽ ചാടാതിരിക്കാനും കാര്യത്തിനുള്ള ഗീസാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ ഈ ഒരു ക്യാപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യണമല്ലോ, അതിനാണ് ഈ ക്യാപ്പ്. ഇതിൻ്റെ മുകളിലാണ് നമുക്ക് ബുഷ് സെറ്റ് ചെയ്യേണ്ടത്, മൗണ്ടിങ് ബുഷ്. ഇതായി കണ്ടോ ഈ ബുഷ് നമുക്ക് തിരിഞ്ഞു പോകരുത്. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ബുഷ് പെട്ടെന്ന് കട്ടായി പോകും. ഇതിൽ കൊടുത്തിട്ടുണ്ട്, അപ്പൊന്ന് കൊടുത്തിട്ടുണ്ട്. അതായി കാണുന്ന അപ്പ് കണ്ടോ. ഇത് നമുക്കിങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ക്യാപ്പിലും സെറ്റ് ചെയ്യാം. ക്യാപ്പിലും സെറ്റ് ചെയ്ത് ഇതിങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷം മുകളിലായിട്ട് മൗണ്ടിങ് ക്യാപ്പുണ്ട്. ഇതിൽ സ്പ്രിങ്ങൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നെട്ടിട്ട് മുടിക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ കോയിൽ സ്പ്രിങ് കംപ്രസ് ചെയ്ത കോയിൽ സ്പ്രിങ്ങിനെ ലൂസ് ചെയ്യാം. അപ്പോൾ അതിൽ ലോഡായി നിൽക്കും. ഇത്രയാണ് സ്റ്റഡിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നല്ല ആക്ഷൻ ആയിരിക്കും. നമുക്ക് ഈ ഷോക്ക് അബ്സർ കംപ്ലൈൻറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഷോക്ക് അബ്സർ മൗണ്ടിങ് ആയിട്ട് നമുക്ക് മാറ്റാം. പഴയ ഷോക്ക് അബ്സർ എന്ന് വെച്ചാൽ ഹാർഡ്നെസ് ആണ് കേട്ടോ, നല്ല ടൈറ്റാണ്.
അത്യാവശ്യം ടൈറ്റ് ഉണ്ട്, പൊങ്ങി വരാനും പാടാണ്, അത്യാവശ്യം ലീക്കും ഉണ്ട് പഴയ സ്റ്റഡ്. അതിനോടൊപ്പമാണ് ഈ സ്റ്റഡ് നമുക്ക് ചേഞ്ച് ചെയ്തത്. അതിനോടൊപ്പം ഈ സ്റ്റഡ് അടി ഉണ്ടായിരുന്നു, ടിക്ക് 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 ഇങ്ങനെ സൗണ്ട് ഉണ്ടായിരുന്നു. കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ട് പഴയ സ്റ്റഡ് സൗണ്ട് ഉണ്ട്. അതും അതിനോടൊപ്പം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തതാണ്, സൗണ്ട് എല്ലാം മാറാനും സ്മൂത്ത് ആവാനും. പുതിയൊരു സസ്പെൻഷൻ, നമുക്ക് സസ്പെൻഷൻ മൊത്തത്തിൽ നമ്മൾ സ്പ്രിങ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെ ഈ ഒരു സെന്നിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സസ്പെൻഷൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. നമ്മൾ വാഹനം ഓടിച്ച് നോക്കി. നമ്മൾ പഴയ കാല സെറ്റപ്പിലാണ് നൂല് പിടിച്ചാണ് അലൈൻമെൻറ്റ് നോക്കിയിട്ടുള്ളത് കേട്ടോ. ഈ ബാക്ക് ഫ്രണ്ടുമായിട്ട് നൂല് പിടിച്ച് ഫ്രണ്ട് ടയർ ബാക്കിൽ അതേ ലെവലായിരിക്കും വരുന്നത്. അത് നമ്മൾ കറക്റ്റ് ചെയ്തു. ഇനി നമുക്ക് കമ്പ്യൂട്ടർ അലൈൻമെൻറ്റ് നോക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അലൈൻമെൻറ്റ് ഷോപ്പ് വരെ പോകാനാണ് പഴയകാല രീതിയിലുള്ള അലൈൻമെൻറ്റ് നമ്മളിപ്പോൾ നൂല് പിടിച്ച് ചെയ്ത് അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും പാർട്സാണ് നമ്മൾ മാറിയിട്ടുള്ളത് കേട്ടോ. ഇത്രയും പാർട്സാണ് സസ്പെൻഷൻ്റെ സാധനങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. 2 സ്റ്റഡ്, 2 ലോവർ ആം, 2 സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, 2 ടയറോഡൻറ്റ്, പിന്നെ 2 സ്റ്റഡ് കിറ്റ്, ബാലൻസ് റോഡ് ബുഷ് കിറ്റ്. ഇത്രയും പാർട്സാണ് നമ്മളിപ്പോൾ ഇതിനോടൊപ്പം ചേഞ്ച് ചെയ്തത്. അപ്പോൾ നമ്മൾ വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല, ഇപ്പോൾ കാണിക്കാം. ഇപ്പോൾ മഴയത്ത് ഇപ്പോൾ ജസ്റ്റ് ഓടിയതാണ്. സ്റ്റിയറിംഗ് ബോക്സൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലോവർ ആം ഈ ഒരു ഭാഗത്ത് ലോവർ ആം ലോഡ് ചെയ്തതിന് ശേഷം ബോൾട്ടെല്ലാം നമുക്ക് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലൻസ് റോഡ് ബുഷ് ഈ കാണുന്ന രീതിയിലുള്ള സെറ്റിങ്സ് ആണ്. ബുഷെല്ലാം സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഷോക്ക് അബ്സർ ഇതിൻ്റെ മെഗൾ ഭാഗത്തായിട്ടാണ് വരുന്നത്, അത് നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. കാലിബർ അടി ഉണ്ടായിരുന്നു, കാലിബർ ഷിം ചെയ്ത് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ട് സസ്പെൻഷൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാരുതി സെന്ന്, ആൾട്ടോ, മാരുതി 800 ഇതെല്ലാം സെയിം ആണ് സസ്പെൻഷൻ വർക്ക് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പാർട്സിൽ ആൾട്ടോയും സെന്നൊക്കെ സെയിം ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറന്നുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.